Hi, I'm Deepa. അപ്പോൾ ഇന്ന് ഞാൻ വാട്സ്ആപ്പ് ബിസിനസ് ആപ്പിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. വാട്സ്ആപ്പും വാട്സ്ആപ്പ് ബിസിനസ്സും രണ്ട് ആപ്പുകളാണ്. വാട്സ്ആപ്പ് ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വോയിസ് കോൾ ചെയ്യുന്നുണ്ട്, വോയിസ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വാട്സ്ആപ്പ് വഴി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ തന്നെ അവരുടെ തന്നെയാണ് വാട്സ്ആപ്പ് ബിസിനസ് എന്ന് പറയുന്ന ആപ്പ്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ഉദ്ദേശം. ഇപ്പൊ വാട്സ്ആപ്പ് ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഒരു ഫോണിൽ നമുക്ക് ഒരു വാട്സ്ആപ്പ് ആപ്പും വാട്സ്ആപ്പ് ബിസിനസ് ആപ്പും രണ്ടെണ്ണം ഇൻസ്റ്റാൾ ചെയ്യാം. ഓരോന്ന് വിധം വാട്സപ്പും വാട്സപ്പ് ബിസിനസ്സും രണ്ടിലും ഏതെങ്കിലും ഒരു നമ്പറേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്കിപ്പോൾ പേഴ്സണൽ നമ്പർ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോർമലി നമ്മുടെ വാട്സപ്പിലായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. വാട്സപ്പ് എന്ന് പറയുന്ന ആപ്പിലായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ബിസിനസ് നമ്പർ ഉണ്ട്. ഞാനിത് പ്രത്യേകിച്ചും വാട്സപ്പ് ബിസിനസ് പറയുമ്പോൾ തന്നെ അറിയാം, ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നവർക്കാണ് വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന ആ ആപ്പ് കൊണ്ട് പ്രയോജനം വരുന്നത്. ഇപ്പോൾ വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്നതിൽ നമ്മുടെ ബിസിനസ് നമ്പർ കൊടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. ഇനി വാട്സപ്പ് ബിസിനസ്സിൽ നമുക്ക് മാക്സിമം എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത് മിക്കവർക്കും അറിയാത്തതായിരിക്കാം, ചിലർക്കൊക്കെ അറിയായിരിക്കാം. ഇനി ഞാൻ സംസാരിച്ച മിക്കവർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് തന്നെ നമ്മുടെ കുഞ്ഞൂസ് ഡിസൈനിങ് വേൾഡിലെ സനിലയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. സനിലേനെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാ നൈറ്റി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും പരിചയമുള്ള ഒരാളാണ് സനില. കുഞ്ഞൂസ് ഡിസൈനിങ് വേൾഡ് പുള്ളിക്കാരി നൈറ്റിയുടെ ഒത്തിരി വീഡിയോസും ഇട്ടിട്ടുണ്ട്. അതുപോലെ നൈറ്റി ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരി തന്നെ നൈറ്റി മെറ്റീരിയലിന്റെ സെയിൽ പുള്ളിക്കാരിക്കുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ പുള്ളിക്കാരിയും ഒരു ടൈപ്പ് ഓഫ് യൂട്യൂബിന് പുറമെ എന്നെ പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് റെഗുലർ ആയിട്ട് ഈ കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും നമ്മളുടെ ജോലി നടക്കണം, നമ്മൾ കസ്റ്റമേഴ്സിന് റിപ്ലൈ ചെയ്യണം. പിന്നെ മിക്കവരും ചോദിക്കുന്നത് നമ്മുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പൊ എന്റെ കേസിലാണെങ്കിൽ എന്റെ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ എനിക്ക് മെയിൻ ആയിട്ടും യൂട്യൂബ് വഴിയായിട്ട് വരുമ്പോഴത്തേക്കും കൂടുതലും ട്രെയിനിങ്സിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ വിളിക്കാറുള്ളത്. ഇപ്പൊ എൻ്റെ അടുത്ത് നടക്കുന്ന സ്റ്റിച്ചിങ്ങിന്റെ ട്രെയിനിങ് ആണെങ്കിലും അതുപോലെ വീട്ടിലിരുന്ന് എങ്ങനെ ഹോം ബോട്ടിക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ട്രെയിനിങ് സെഷൻസിനെ പറ്റിയിട്ടുള്ള എൻക്വയറീസ് ആണ് കൂടുതൽ എനിക്ക് വരുന്നത്. സനിലേക്ക് വരുന്നത് കൂടുതലും നൈറ്റി മെറ്റീരിയലിന്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ അവൈലബിൾ കളേഴ്സ് ആണുള്ളത്, അവൈലബിൾ ഡിസൈൻസ് ആണുള്ളത്, അതിന്റെ റേറ്റ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സനിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു ബിസിനസ് വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന ആപ്പിനകത്ത് ഇതുപോലെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഒത്തിരി തലവേദന മാറ്റാൻ പറ്റിയ ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങളാണ് അത്. പിന്നീട് ഞാൻ എൻ്റെ മറ്റ് ബിസിനസ് ചെയ്യുന്ന സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോഴാണെങ്കിലും അവരും ഈ ഒരു ഫംഗ്ഷനാലിറ്റീസിനെ പറ്റി അവെയർ അല്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ടും വാട്സ്ആപ്പ് ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പേഴ്സണൽ നമ്പറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വാട്സപ്പിൽ രജിസ്റ്റർ ചെയ്തു. നിങ്ങൾക്ക് ഇനി അത് ബിസിനസ് ആക്കി മാറ്റണം, വാട്സ്ആപ്പ് ബിസിനസ്സിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം നമ്പർ എടുത്ത് വാട്സ്ആപ്പ് ബിസിനസ്സിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ എന്നാണ് വാട്സപ്പ് ഡിസേബിൾ ആവും. ആ നമ്പർ യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു ആപ്പ് മാത്രമേ വർക്ക് ചെയ്യിപ്പിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. പക്ഷെ ഇച്ചിരി പ്രൊസീജിയേഴ്സ് വ്യത്യാസമുണ്ട്. പിന്നെ ഇത് രണ്ടും ചെയ്യുമ്പോൾ വാട്സപ്പ് ആണെങ്കിലും വാട്സപ്പ് ബിസിനസ് ആണെങ്കിലും രണ്ടും ചെയ്യുമ്പം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കി ഇടുക. അനാവശ്യമായിട്ട് വരുന്ന ലിങ്കുകളൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. പിന്നെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് വരുന്ന ലിങ്കുകളും കാര്യങ്ങളും ഒന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരു കണ്ടിട്ട് ഒരു വൃത്തിയൊന്നും ഇല്ല, എന്തോ ഒരു പ്രശ്നം തോന്നുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ലിങ്കുകൾ ഓൾമോസ്റ്റ് വരും. ഇപ്പൊ ഫേസ്ബുക്ക്, യൂട്യൂബ് അതുപോലുള്ള ലിങ്കുകൾ വരും. പക്ഷെ ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ചില ലിങ്കുകളും കാര്യങ്ങളും ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അത്രേ ഉള്ളൂ ഇതിനകത്ത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് നോക്കാനായിട്ടുള്ള കാര്യം. ഇനി വാട്സപ്പ് ബിസിനസ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊന്ന് പറഞ്ഞു പോവാണ്. നമുക്ക് വാട്സപ്പ് ബിസിനസ്സിനകത്ത് വാട്സപ്പ് എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മുടെ ബിസിനസ് പ്രൊഫൈൽ സെറ്റ് ചെയ്യാം.
നമ്മളുടെ എന്താണ്, നമ്മൾ ആരാണ്, നമ്മളുടെ ലൊക്കേഷൻ എവിടാണ്, നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനാണെങ്കിൽ അപ്പാരൽ ആൻഡ് ക്ലോത്തിങ് അല്ലെങ്കിൽ ട്രെയിനിങ് അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഇമെയിൽ ID, നമ്മളുടെ വെബ്സൈറ്റ് അഡ്രസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ നമ്മുടെ പ്രൊഫൈലിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ നമ്പർ മാത്രം വെച്ച് അവർക്ക് നമ്മളെ പറ്റി ഒന്ന് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് ഒരു ബിസിനസ്സിനായിട്ട് വരുന്ന ഒരാൾക്ക് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കുറെ കാര്യങ്ങളൊക്കെ പ്രൊഫൈൽ നോക്കൂ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാറ്റലോഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നമുക്ക് ആ കാറ്റലോഗിനകത്ത് നമ്മളുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ആഡ് ചെയ്യാം. അവർക്ക് കുറെ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. ഈ എന്താണ്, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർ അലോ ചെയ്യത്തില്ല. അപ്പൊ അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ കാറ്റലോഗായിട്ട് നമുക്ക് ആഡ് ചെയ്തിടാം. അപ്പൊ എൻ്റെ കേസിൽ എൻ്റെ സർവീസ് ട്രെയിനിങ്സ് ആണ്. അപ്പൊ ഞാനത് കാറ്റലോഗായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ കാറ്റലോഗ്, അതായത് ഇപ്പം എൻ്റെ ഫസ്റ്റ് കോഴ്സ് ഹോം ബൊട്ടിക്കിന്റെ കോഴ്സ്, രണ്ടാമത്തത് ബിഗിനേഴ്സിന്റെ സ്റ്റിച്ചിങ് കോഴ്സ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിന്റെ ബ്രോഷേഴ്സ്, അത് അതിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസ്, അതിന്റെ ഫീസ് സ്ട്രക്ചർ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാറ്റലോഗായിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പൊ സനിലയുടെ കേസ് പറയുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഓരോരോ നൈറ്റി മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് പലതരം, പല ബ്രാൻഡിന്റെ ഉണ്ടാവാം, പല വിലയുടെ ഉണ്ടാവാം. അപ്പൊ അതിന്റെയൊക്കെ പടങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും, ഇനിഷ്യലി ഇപ്പം ആദ്യമായിട്ടൊരു കസ്റ്റമർ വരികയാണ് എങ്കിൽ അവർക്ക് എന്തൊക്കെ അറിയണം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ കാറ്റലോഗിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ സംസാരിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. അവർക്ക് അത് നോക്കി മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഒരു കാറ്റലോഗിനകത്ത് എനിക്ക് തോന്നുന്നു 7 ഇമേജസ് എങ്ങാണ്ടാണ് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ കാറ്റലോഗിനാണേലും റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ, അതായത് വാട്സ്ആപ്പ് ബിസിനസ് തന്നെ അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കാറ്റലോഗ് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഇല്ല ചിലപ്പോൾ അത് റിജക്ട് ചെയ്യാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്തിടാനായിട്ട്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറ്റലോഗ് മാത്രമായിട്ട് ലിങ്ക് ആക്കിയിട്ട് നമുക്ക് പബ്ലിക് എന്തെങ്കിലും പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയായിട്ടോ വാട്സപ്പ് വഴിയായിട്ടോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ അവർക്ക് അത് കാണാനായിട്ട് എളുപ്പമായിരിക്കും. അതായത് ഒരു മിനി വെബ്സൈറ്റിന്റെ ഒരു രൂപമാണ്. അതായത് നമുക്കൊരു പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ കൊടുക്കുവോ അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ വെബ്സൈറ്റ് ആണ്, നമ്മളുടെ തന്നെ കയ്യിലുള്ള ഒരു കുഞ്ഞു വെബ്സൈറ്റ്. അത് അതിലെ ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റ് ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിസിനസ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, നമുക്ക് മാനേജ് ചെയ്യാനും ഒക്കെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. പിന്നെ അപ്പോൾ കാറ്റലോഗിന്റെ കാര്യം പറഞ്ഞു. കാറ്റലോഗ് തന്നെ ഒത്തിരി കാറ്റലോഗ് കൊടുക്കാം. പലതരം കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒന്നിലധികം കാറ്റലോഗ്സ് കൊടുക്കാം. എന്നിട്ട് ആ കാറ്റലോഗ് മൊത്തത്തിൽ നമുക്ക് ലിങ്ക് ആയിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളൊരു ഫീച്ചറാണ് മെസ്സേജിങ് ടൂൾസ് ഒത്തിരി ഉണ്ട്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പൊ ബിസിനസ് ആകുമ്പോഴത്തേക്കും എങ്ങനെയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചിലപ്പോൾ പേയ്മെന്റ് കാര്യങ്ങളൊന്നും കൊടുത്തെന്ന് വരില്ല. നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, കുറെ അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പേയ്മെന്റ് ഡീറ്റെയിൽസ് കൊടുക്കത്തുള്ളൂ അല്ലെ. അപ്പൊ ആ ടൈമിൽ നമ്മൾ മൊത്തം ഇരുന്ന് എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമായിരിക്കും, നമ്മളത് പേസ്റ്റ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. ഇപ്പൊ എന്റെ കേസിൽ അങ്ങനെ ആയിരുന്നു ഞാൻ ആദ്യം കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു ഫീച്ചർ ഉണ്ട്, ക്വിക്ക് റിപ്ലൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. ആ ക്വിക്ക് റിപ്ലൈസിനകത്ത് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് മെസ്സേജ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം ക്വിക്ക് റിപ്ലൈസിനകത്ത് ആഡ് ചെയ്തിടാം. എന്നിട്ട് അതിൽ ഷോർട്ട് കട്ടും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളോട് പേയ്മെന്റ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതുപോലെ ഫ്രീക്വന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് അവർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചേക്കുന്ന ക്വിക്ക് റിപ്ലൈസ് എല്ലാം എന്താണ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതിലേതാന്ന് വെച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ മെസ്സേജ് നമുക്ക് അയക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ക്വിക്ക് റിപ്ലൈ സെക്ഷൻ ഉണ്ട്. പിന്നെ ഗ്രീറ്റിംഗ് മെസ്സേജ് എന്ന് പറയുന്ന വേറൊരു സെക്ഷൻ ഉണ്ട്. അത് ഒത്തിരി യൂസ്ഫുൾ ആണ്. അതായത് ഏറ്റവും ആദ്യമായിട്ട് നമ്മളെടുത്ത് വരുന്നൊരു കസ്റ്റമർ സ്ഥിരമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ഒരു വെൽക്കം മെസ്സേജ് പോലെ സെറ്റ് ചെയ്തിടാം. ഈവൻ നമ്മുടെ കാറ്റലോഗിലേക്കുള്ള ലിങ്ക് കൂടെ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഈവൻ ഇമേജസ് ഉൾപ്പെടെ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതിന് പകരം ഒരു സ്ഥലത്ത് മാത്രം നമ്മളുടെ ഇമേജസും
കാര്യങ്ങളും ഡീറ്റെയിൽസും വെക്കുക. അതിലേക്കുള്ള ലിങ്ക് കൊടുക്കുകയാണ് നമ്മളുടെ ഫസ്റ്റ് ടൈം വരുന്ന ഒരു കസ്റ്റമർക്ക്. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യാൻ നമുക്ക് ഗ്രീറ്റിംഗ് മെസ്സേജസ് യൂസ് ചെയ്യാം. അത് തന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കഴിഞ്ഞ 14 ദിവസമായിട്ട് ആക്ടിവിറ്റി ഇല്ലാത്ത ആൾക്കാർ, പക്ഷെ നമ്മളുടെ അഡ്രസ് ബുക്കിൽ ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ ക്രൈറ്റീരിയ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അത് ഗ്രീറ്റിംഗ് മെസ്സേജസ്. പിന്നെ എവേ ആണെന്നുള്ള മെസ്സേജ് സെറ്റ് ചെയ്യാം. ഇപ്പൊ ബിസിനസ്സുകാരാകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഈ ഞാൻ പറയുന്ന എല്ലാം ചെറിയ തോതിലെങ്കിലും ബിസിനസ് ചെയ്യുന്ന, ഇപ്പൊ ട്യൂഷൻ എടുക്കുന്ന ആൾക്കാര്, വീട്ടിൽ തന്നെ ഇരുന്ന് ഡിസൈനിങ് ചെയ്യുന്നവര്, കേക്ക് ബിസിനസ് ചെയ്യുന്നവര്, അതുപോലെ നൈറ്റി മെറ്റീരിയലിന്റെ സെയിൽ ഉള്ളവര്, അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പ്രോഡക്ട്സോ സർവീസോ കാണിക്കാനുള്ളവരാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫ്രീക്വന്റ് എൻക്വയറീസ് വരുന്ന ഒരാളാണെങ്കിൽ തലവേദന ഒഴിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ സാധാരണക്കാർക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പുതിയ പ്രയോജനങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാനിത് പറയുമ്പം ബിസിനസ്സുകാരെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പൊ എവേ മെസ്സേജ് സെറ്റ് ചെയ്ത് വെക്കാം. ബിസിനസ്സുകാരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാവുന്ന കാര്യമാണ്. സമയം കാലമൊന്നും നോക്കാതാണ് മിക്കവരും വിളിക്കുന്നത്. എന്നെയൊക്കെ രാത്രി 1 മണിക്കൊക്കെ വിളിക്കും ഓരോരുത്തരെ. അവരുടെ ടൈമിംഗ് ആയിരിക്കും ചിലപ്പം, പക്ഷെ 1 മണിക്കൊക്കെ വിളിക്കാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഉറക്കം അങ്ങ് പോവാണ് ചെയ്യുന്നത്, അൺലെസ് നമ്മൾ ഫോൺ മാറ്റി വെച്ചില്ലെങ്കിൽ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു സമയം സെറ്റ് ചെയ്യാം. ഇന്ന സമയത്തിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന സമയത്തിന് ശേഷം വിളിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമേ മെസ്സേജ് സെറ്റ് ചെയ്യാം. ഇന്ന് രാത്രി 10 മണിക്ക് ശേഷം ആൾക്കാർ വിളിക്കുമ്പോൾ പറയാനാണ്, അതായത് ഞാൻ ഇനി നെക്സ്റ്റ് മോർണിംഗ് 8 മണി തൊട്ടേ കാണുള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് എവേ മെസ്സേജ് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ ലേബൽസ് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് നമുക്ക് ഒത്തിരി, ഇപ്പൊ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് എൻക്വയറീസ് ഒത്തിരി വരും. അപ്പൊ നമ്മൾ മിക്കത് മറന്നു പോകും. ചിലർ പേയ്മെന്റ് തന്നിട്ടുണ്ടാവാം, പക്ഷെ പേയ്മെന്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവത്തില്ല. അപ്പൊ അത് നമ്മൾ പിന്നെ ഒന്ന് നോക്കിയിട്ട് വേണം അവരെ ഒന്ന് അറിയിക്കാനായിട്ട്, അല്ലെ? അപ്പൊ അത് നമുക്ക് ലേബൽ ചെയ്ത് വെക്കാം, ഇത് പേയ്മെന്റ്സ് ചെക്ക് ചെയ്യാനുള്ളത്. ഇനി ചിലത് പേയ്മെന്റ്സ് തന്നിട്ടുണ്ടാവാം, നമ്മൾ അവർക്ക് അതിന്റെ റിപ്ലൈയോ അല്ലെങ്കിൽ പ്രോഡക്റ്റോ അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അത് നമുക്ക് ഡെലിവറി പെൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ലേബൽസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം ആ ലേബൽസ് നോക്കുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെയാണ് മിസ്സായി പോയത്, അതായത് ഒരു മിനി ഫോം ഓഫ് ടു ഡു ലിസ്റ്റ് ആണ്. നമ്മൾ മറന്നു പോകാതിരിക്കാനായിട്ട് ഇന്ന കസ്റ്റമറിന് നമ്മൾ ഇന്നത് കൊടുക്കാനുണ്ട് എന്ന് നമ്മൾ ലേബൽ ചെയ്ത് വെക്കുവാണ്. അതുപോലെ നിങ്ങൾക്കറിയാലോ, വാട്സപ്പ് എന്ന് പറയുന്നത് ഫേസ്ബുക്കുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് നമുക്കിത് ലിങ്ക് ചെയ്യാം. അപ്പൊ അവിടുന്ന് നമുക്ക് സ്ട്രെയിറ്റ് അവേ ഇങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്യാൻ പാകത്തിനൊക്കെ ആക്കി വെക്കാം. അങ്ങനെ ഉള്ള കുറച്ചധികം ഫീച്ചേഴ്സ് ഈ ഒരു വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന ആപ്പിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്നത് വാട്സപ്പിന്റെ തന്നെ ഒഫീഷ്യൽ സാധനം തന്നെയാണ്. അല്ലാതെ അത് ഫേക്ക് ആണോ സ്പാം ആണോ എന്നൊക്കെ കരുതി ഉപയോഗിക്കാതിരിക്കരുത്. ഇതുപോലെ പിന്നെ ഈ ഗ്രീറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഓൺലൈൻ ആയിരിക്കണം. ഓഫ്ലൈൻ ആയിരിക്കുമ്പോൾ ആരെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞിട്ട് ഇത് ഓട്ടോമാറ്റിക് റിപ്ലൈസ് ഒന്നും പോവില്ല. നമ്മൾ ഓൺലൈൻ ആയിരിക്കുമ്പോൾ മാത്രമാണ് ഗ്രീറ്റിംഗ് മെസ്സേജസ് ഒക്കെ വർക്കിംഗ് ആവുന്നത്. ഈ എവേ മെസ്സേജും വർക്കിംഗ് ആവുന്നത് നമ്മൾ ഓൺലൈൻ ആയിരിക്കുമ്പോഴാണ്. അപ്പം നമ്മുടെ ഫോണിൽ ഡേറ്റ എപ്പോഴും ഓൺ ആയിരിക്കണം ഈ ഒരു ഫങ്ഷണാലിറ്റീസ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ക്വിക്ക് റിപ്ലൈ സെക്ഷൻ വെച്ച് മറുപടി അയക്കേണ്ടി വരും ഓരോ പ്രാവശ്യം. എൻ്റെ കേസിലിപ്പം ഞാൻ അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ ട്രെയിനിങ്ങിനെ പറ്റി എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഒരു ഹായ് എന്ന് പറഞ്ഞ് അടിച്ചാൽ തന്നെ, അവരിങ്ങോട്ട് ഒരു ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അടിച്ചാൽ തന്നെ ഈ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി റിപ്ലൈ പോകും. അതായത് നമ്മുടെ കാറ്റലോഗിലേക്കുള്ള ലിങ്കും വെച്ചിട്ട് ഇതാണ് എൻ്റെ ഡീറ്റെയിൽസ്, ഇതാണ് എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് പോകും. അപ്പം അത് ഒത്തിരി നമ്മളുടെ ഒത്തിരി തലവേദന മാറ്റുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം വന്നിട്ട് ഓരോരുത്തർ മെസ്സേജ് അയക്കുമ്പോഴും നമ്മൾ കോപ്പി പേസ്റ്റ് ആണെങ്കിൽ കോപ്പി പേസ്റ്റ്, അതും ഒരു പണി തന്നെയാണല്ലോ. അപ്പൊ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം ഏറ്റവും എളുപ്പമൊരു പണിയാണിത്. അപ്പൊ എനിക്കിത് എൻ്റെ ട്രെയിനിങ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അപ്പം ഹാപ്പി ബിസിനസ്. അടുത്ത വീഡിയോ നമുക്ക് കാണാം.